കഴിഞ്ഞു. അതുപോലെ ഇനിയിപ്പോൾ കുട്ടനാടൻ അംഗനവാടിക്കാണ് കുറെ ഇരുന്നിരുന്നു. അതിന്റെ കമ്മിറ്റികൾ കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്ഥലം കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും എവിടെ സ്ഥലം കാണിച്ചാൽ കഴിയുന്നത് നമുക്ക് അതുകൊണ്ട് ഇറങ്ങി നോക്കാന്നുള്ളതാണ്. നമ്മുടെ ഈ ഭാഗത്ത് നടക്കുന്നത് നമ്മുടെ വാർഡ് വിഭജിച്ചും കഴിഞ്ഞു. അതിന്റെ വിചാരിക്കും നമ്മുടെ വാർഡൊക്കെ വിഭജനം കഴിഞ്ഞു. 19 വാർഡുകളിൽ 23 വാർഡുകളായി നമ്മുടെ പഞ്ചായത്തിൽ ടോട്ടൽ. അപ്പൊ ഏകദേശം നമ്മുടെ വാർഡൊക്കെ ഇപ്പൊ ഏകദേശം മാറിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നത്. മേലെ പഴയ 14ാം വാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർഡൊക്കെ പഴയ 15ാം വാർഡ് ഈ മൊത്തം ഭാഗം മാറിയിട്ടുണ്ട്. അതായത് കുട്ടനാടക്കല് മദ്രസിന്റെ അവിടെ താഴോട്ട് ഇങ്ങനെ പോയി പഞ്ചായത്തിൽ അതിലൂടെ പേര് വന്ന് ഇങ്ങനെ ആർക്കൊക്കെ അവിടെ അവകാശം ഉണ്ട് അവരെല്ലാവരും രജിസ്റ്റർ ഓഫീസിൽ അതായത് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് സെക്രട്ടറിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വർഷത്തിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ കിട്ടല്. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ വാർഡിലെ പുതിയ റോഡുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു MLA ഫണ്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ഫാറൂഖിന്റെ അവിടെയുള്ള ക്ലാസിക് റോഡാണുണ്ട്, അതിന്റെ അടുത്തുള്ള റോഡാണ് ചെയ്യാറുള്ളത്. പുതിയതായി ചെയ്യാറുള്ളത് 4 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊല്ലം കോടതി റോഡ് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അത് എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞ് റെഡി ആയതാണ്. ഇനി അത് മഴയുടെ ഒരു വിഷയത്തിൽ നിൽക്കുകയാണ്. ധാർമ്മിക ആയതുകൊണ്ട് മഴ പൂർണ്ണമായും മാറിയാലേ ചെയ്യാനുള്ള ഒരു അനുമതി മലപ്പുറം ഓഫീസിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് പുതിയ റോഡ് വെച്ചത് നമ്മുടെ മുല്ലപ്പുറം പള്ളിയുടെ അവിടെ പോയിട്ട് മുതുവാട് ഏകദേശം 3 മണിയായി. ഇന്ന് വെള്ളിയാഴ്ച കൂടി ഒരു ദിവസമായതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് ഓരോരുത്തർക്ക് ഉണ്ടാവും. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവരിങ്ങനെ വന്നുകൊണ്ടിരുന്നോളും. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KTM ബഷീർ സാഹിബ് ഇവിടെ എത്തിയിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അദ്ദേഹത്തിന് വേറെ 2 പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഗ്രാമസഭ കോർഡിനേറ്റർ, നമ്മുടെ ഗ്രാമസഭയുടെ പദ്ധതിക്കും ആസൂത്രണ നിർവഹണത്തിനും നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള കോർഡിനേറ്ററാണ് ബഷീറാക്ക. ഇതുവരെ നമ്മുടെ മുഴുവൻ ഗ്രാമസഭക്കും 2 ഗ്രാമസഭക്ക് മാത്രമായിരുന്നു വേറെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഷീറാക്കയാണ്. അതുപോലെ തന്നെ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട അംഗങ്ങളെ, അതുപോലെ 5 വർഷക്കാലം എൻ്റെ കൂടെ ചേർന്ന് നിന്ന പ്രിയപ്പെട്ട ഗ്രാമസഭ മെമ്പർമാരെ, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. എല്ലാവർക്കും അറിയാം, നമ്മുടെ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലൊക്കെ ഒരാഴ്ചയായിട്ട് ഗ്രാമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, മെസ്സേജ് ഇപ്പം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ അവസാനത്തെ ഗ്രാമസഭയിൽ കൂടിയാണ് ഇന്ന്. ഇനി ഇതുപോലെ ഒരു ഇങ്ങനെ മുന്നിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രാമസഭ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാല് നമ്മളെ എൻ്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാര്, ജ്യേഷ്ഠ സഹോദരന്മാര്, അനിയന്മാര്, അനിയത്തിമാര് എല്ലാവരും പല വാർഡുകളിലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വാർഡ് വിഭജനം വന്നപ്പോൾ എല്ലാവരും പല വാർഡുകളിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്രാമസഭയിൽ കൂടുതലായിട്ട് പറയാനുള്ള അജണ്ടകളും കാര്യങ്ങളും നമ്മളെ ബഷീറാക്ക് വിശദീകരിക്കും. അതിലൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഈ 5 വർഷക്കാലം എത്ര പെട്ടെന്നാണ് പോയത്, പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ നിന്ന് എല്ലാ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങൾക്കും മെമ്പർ എന്ന നിലയിൽ ആദ്യം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല്, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരുവിധം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നമ്മളെ ബാക്കിലോട്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണേ. എല്ലാവർക്കും അറിയാം, നമ്മളെ ഗ്രാമസഭയിൽ ഒരുപാട് കണ്ട മുഖങ്ങള് എന്നും വരുന്ന കുറച്ച് വ്യക്തികളുണ്ട്, അതുപോലെ എന്നും വരാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. പിന്നെ നമ്മളുടെ വികസന കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, എന്നെ കൊണ്ട് ഈ 5 വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് റോഡായാലും പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല.